അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. RSSന്റെ വിഷസർപ്പങ്ങളുടെ മുന്നിൽ വച്ച വിളക്ക് കൊളുത്തിയ സർക്കാരാണ് നിങ്ങൾ. സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അത് കൊളുത്തിയതാണ്, നിങ്ങൾ ഒപ്പുവെച്ചു. അതിനെന്താ അതെന്തിനാ പിൻവലിക്കാൻ വേണ്ടിട്ടാണ് ഒപ്പുവെച്ചത്? അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. മരവിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഒപ്പുവെച്ചത്. എല്ലാവർക്കും കയറി ഇറങ്ങാൻ ഞാൻ ഒരുത്തണ്ടല്ലോ ഇവിടെ. ആ PMC നടപ്പാകാതിരിക്കുന്നത് ഈ പറഞ്ഞ മരവിപ്പിക്കൽ കാരണമാണ്. മരവിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഒപ്പുവെച്ചത് അല്ലല്ല. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്? സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. രണ്ട് ചോദ്യത്തിനും മറുപടിയില്ല. അതായത് എന്തിനു ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടിട്ട് ഒപ്പുവെച്ചു. എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. RSS വിഷസർപ്പമാണ് എന്ന് പറഞ്ഞ തീരുമാനത്തെ മുമ്പിൽ കീഴടങ്ങി ഒപ്പുവെച്ചു. അത് കലക്കി വള്ളിക്കാള കസറി. വല്ലാത്തൊരു പൂതിയാണ് കേട്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ വളരെ മര്യാദക്ക്, അതല്ല കളിപ്പടിക്കാനാണെങ്കിൽ അങ്ങനെ. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിന്റെ ഈ സമയം സന്ദർഭം നോക്കാതെയുള്ള തമാശ ഉണ്ടല്ലോ, അത് വേണ്ട. സാർ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും, അത്രയേ ഉള്ളൂ. അറിയാലോ ശ്രീധരമേനോനെ. ഞാനും ചിലതൊക്കെ പറയും. ഈ കുടിശ്ശിക മുഴുവൻ ഈ ഗവൺമെന്റിന്റെ തലയിലാണ്. ഇതാ എന്റെ സാമ്രാജ്യത്തിലേക്കും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം. ഈ ഗവൺമെന്റ് ഇവരുടെ 16 മാസം ഇവര് കൊടുത്ത പെൻഷൻ തുക ഈ ഗവൺമെന്റ് കൊടുക്കണം. സാറിന് മനസാക്ഷിയുണ്ടോ? കൂടുതലില്ല, തീരെയില്ല. നമുക്ക് കാണാം. ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.